മുഖ്യമന്ത്രി സ്ഥലം വിട്ടു. സതീശൻ തിരുവനന്തപുരത്തെത്തി. നല്ല രസകരമായ ഒരു കൗതുകമുള്ള വാർത്തയാണത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് സാധാരണ ഓരോ നേതാക്കളും തെരഞ്ഞെടുപ്പ് ദിവസം റിസൾട്ട് വരുന്ന ദിവസം തലസ്ഥാനത്തുണ്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നെ LDFിനെ സംബന്ധിച്ചിടത്തോളം AKG സെൻറ്ററിൽ അവരുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിയിലുണ്ടാവും. പിന്നെ VD സതീശൻ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം KPCC ഓഫീസിലോ കണ്ടോൺമെൻറ്റിലോ ഉണ്ടാവും. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം കുറച്ചുകൂടി വ്യത്യസ്തമായി മുഖ്യമന്ത്രി വളരെ നേരത്തെ പിണറായിയിലെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. കാരണം തോറ്റു പോവുകയാണെങ്കിൽ അദ്ദേഹം കരുതുന്നത് സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ഇത് കണ്ടിട്ട് തോറ്റുപോയാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോണം. വളരെ വലിയ നാണക്കേടായിരിക്കും. ഔദ്യോഗിക വസതിയിലാണ് പിന്നെ ഉള്ള തിരുവനന്തപുരത്തല്ല, തിരുവനന്തപുരത്ത് വേറെ വീടില്ല. ഔദ്യോഗിക വസതിയിലിരുന്ന് കാണാൻ വന്നാലും വളരെ മോശമായിരിക്കും. തോറ്റുപോയാൽ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറങ്ങിപ്പോണത് പിന്നെ വലിയ ട്രോളായിരിക്കും. അതിനേക്കാൾ നല്ലത് അവിടെ പോയി ഇരിക്കുക, വീട്ടിലിരിക്കുക. ജയിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുക. ഉച്ചയോടുകൂടി ഇങ്ങ് വന്നാൽ മതിയല്ലോ. 5-ാം തീയതി തിരുവനന്തപുരത്തുകാരെ പത്രക്കാരെയൊക്കെ കാണാം. അങ്ങനെ പിണറായി വിജയൻ ടാറ്റ പറഞ്ഞ് സഹമന്ത്രിമാർക്കെല്ലാം യാത്രയയപ്പ് പറഞ്ഞ് ഉദ്യോഗസ്ഥരെ സെക്രട്ടറിമാരെല്ലാം വിളിച്ച് യാത്രയയപ്പ് പറഞ്ഞ് എല്ലാവർക്കും അണ്ടിപ്പരിപ്പും ചായയൊക്കെ കൂടെ ഇരുന്ന് കഴിച്ച് അദ്ദേഹം നേരെ അങ്ങ് പോയിട്ടുണ്ട്. അതേസമയം സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ പരവൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് എത്തിയത് വേറൊന്നുമല്ല, അദ്ദേഹം തിരുവനന്തപുരത്ത് ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് എത്തും. വോട്ടെണ്ണലിൻ്റെ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാകും. പിണറായി വിജയൻ ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരത്തേക്ക് തിരിക്കും. എന്തായാലും ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് വരും. തിങ്കളാഴ്ച നാളെ കഴിഞ്ഞ് ചൊവ്വാഴ്ച വരും. AICC ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രിയാവാൻ ഉടുപ്പടിച്ച ഒരാളാണ്. പക്ഷേ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായിട്ട് ഇപ്പോൾ മാറി. അദ്ദേഹം ഡൽഹിയിലുള്ള വേണുഗോപാൽ വോട്ടെണ്ണൽ ദിവസം ഇപ്പോൾ ഡൽഹിയിലാണുള്ളത്, തിരുവനന്തപുരത്ത് എത്തും എന്നാണ് അറിയുന്നത്. കോൺഗ്രസ് പ്രവർത്തക സമിതിയാകുന്ന രമേശ് ചെന്നിത്തല രാവിലെ ഹരിപ്പാട്ടായിരിക്കും. അപ്പോൾ ഒരു റിസൾട്ട് ഒന്ന് അറിഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് വരാനുള്ള സാധ്യതയാണുള്ളത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് ഫലം വന്ന ശേഷം തിരുവനന്തപുരത്ത് ഫലം അറിഞ്ഞിട്ട് കണ്ണൂരിലേക്ക് പോകണോ തിരുവനന്തപുരത്ത് ഉണ്ടാവുമോ എന്ന് ആലോചിക്കും. സണ്ണി ജോസഫ് ഇന്ദിരാഭവനിൽ ഉണ്ടായിരിക്കും. ഇന്ദിരാഭവനിൽ രാവിലെ ഇരുന്ന് ഇതെല്ലാം. അപ്പോൾ ഇന്ദിരാഭവനിൽ നാളെ ഒരുപാട് പേർ ഇങ്ങനെ ഈ ചായയും അണ്ടിപ്പരിപ്പും ബിസ്ക്കറ്റും എല്ലാം കഴിച്ചുകൊണ്ട് സോഫയിലും പിന്നെ കസേരയിലൊക്കെ ഇരുന്ന് TV മാറി മാറി ചാനലുകൾ കാണും. അപ്പോൾ ഓരോരുത്തർ ഓരോ ചാനലായിരിക്കും കാണുന്നത്. പല TV കാണുമല്ലോ, അല്ലെങ്കിൽ മൊബൈലിൽ കാണും. എന്നിട്ട് എന്തായാലും അവിടെ ആയിരിക്കും. അതേസമയം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് BJP ഓഫീസിലും നേമത്തുമായിട്ടായിരിക്കും ഉണ്ടാക്കുക. സ്ഥാനാർത്ഥികൾ മിക്കവാറും എല്ലാവരും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലായിരിക്കും ഉണ്ടാവുക. പുറത്ത് വലിയ സംഘർഷമുണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ കളക്ടർ 144 പ്രഖ്യാപിച്ചു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ചിലയിടങ്ങളിൽ 144 കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത വന്നു. പക്ഷെ അത് സമ്പൂർണ്ണമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും വോട്ടെണ്ണലിന് ശേഷം ഓരോരുത്തരും ഓരോ സ്ഥലത്താണ് ഈ നിൽക്കുന്നത്. പിണറായി വിജയൻ ഈ യഥാർത്ഥത്തിൽ ഈ ഒരു 10 എക്സിറ്റ് പോളുകൾ വന്നതിൽ ഒരു 6-7 എക്സിറ്റ് പോളെങ്കിലും LDFന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ തിരുവനന്തപുരത്തുണ്ടായിരിക്കും. ഇതിനിടയിൽ പന്തൽ കെട്ടാൻ കൃത്യമായി വരുമെന്നും 5-ാം തീയതി തന്നെ പന്തൽ ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പന്തലിടണമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ധനകാര്യ വകുപ്പ് മന്ത്രിയോടൊക്കെ പറഞ്ഞുകൊണ്ട് പണം പിന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരെ കണ്ടുവച്ചു എന്നൊരു വാർത്ത വന്നു. പായസം വയ്ക്കാനുള്ള ചെമ്പിനും പാത്രത്തിനുമൊക്കെ വലിയ ഓർഡറുകൾ കൊടുത്തിട്ടുണ്ട്. ലഡുകൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാനറുകൾ, ഫ്ലെക്സുകൾ, കാർഡുകൾ അടിക്കാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. നല്ല പാട്ടുകൾ LDF ജയിച്ചാലും UDF ജയിച്ചാലും പുറത്ത് ഇറക്കാനായിട്ട് BJP ജയിച്ചാലും നല്ല പാട്ടുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കല്യാണം, അത് മലയാളിയുടെ ഏറ്റവും വലിയൊരു മലയാളിയല്ല, ഇന്ത്യൻ അങ്ങനെയാണ് ഇന്ത്യൻ ജനാധിപത്യം. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ എത്ര ദരിദ്രന്മാരാണെങ്കിലും പട്ടിണിയാണെങ്കിലും പാവങ്ങൾ എങ്ങനെയായാലും വോട്ട് ചെയ്യാൻ നല്ലൊരു ആളുകൾ പോകും. അതൊരു വലിയ ജനാധിപത്യത്തിൻ്റെ ഒരു ബോധമാണ്. പാവങ്ങളാണവർ, പക്ഷേ എന്നാലും പോകും. നിരക്ഷരരാണ് എന്നാലും പോകും. പക്ഷെ അതുപോലെ തന്നെ ഇലക്ഷൻ പ്രചരണം തീരുന്നതിൻ്റെ കലാശക്കൊട്ടിൽ പങ്കെടുക്കുന്ന ഡാൻസൊക്കെ ചെയ്യുന്ന കണ്ടാൽ വലിയ വീട്ടിലെന്തോ കല്യാണം നടക്കുന്ന പോലെയാണ്. വളരെ ആഘോഷത്തോടുകൂടിയാണ് പലരും പങ്കെടുക്കുന്നത്. അതുപോലെ ആഘോഷമാണ്. നാളെ 43 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ മിക്കവാറും ഇപ്പം തിരുവനന്തപുരം മാർവാനിസ് കോളേജിലാണ് കുറേ മണ്ഡലങ്ങൾ എണ്ണുന്നത്. അതുപോലെ ഓരോ സ്ഥലത്തിലും കേന്ദ്രീകരിച്ചാണ് എണ്ണുന്നത്. അപ്പോൾ മണ്ഡലത്തിനകത്തൊന്നും അകത്തൊന്നും ആർക്കും കയറാൻ പറ്റത്തില്ല, പുറത്ത് കാണും. പക്ഷേ പുറത്ത് തൻ്റെ ഭാര്യയെ പ്രസവിച്ചോ എന്നറിയാൻ ഭർത്താവ് വെളിയിൽ നിന്ന് ലേബർ റൂമിൻ്റെ വെളിയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും പോലെ
അല്ലെങ്കിൽ ഡെഡ് ബോഡി കൊണ്ടുവരുമ്പോൾ കാത്തു നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ താലി കെട്ടാൻ സമയത്തുണ്ട് ഭർത്താവിനും ഭാര്യയ്ക്കും ഉണ്ടാകുന്ന ടെൻഷൻ പോലെ, ഇങ്ങനെ വേണ്ട വിറയിലായിരിക്കും. അകത്തുനിന്ന് ഓരോ വാർത്തകൾ വരും. ഇതിനിടയിൽ മൊബൈൽ ഉള്ളത് കൊണ്ട് ഇപ്പോൾ പിന്നെ ഇലക്ഷൻ കമ്മീഷന് ഒരു വലിയ പ്രത്യേകത കൊണ്ട് അവർ അപ്ഡേറ്റ് ചെയ്യുന്നത് വളരെ സയൻറ്റിഫിക്കാണ്, പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി ഈ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി കൊടിയും പിടിച്ച് നിൽക്കുമ്പോൾ അടുത്ത് എതിരാളികൾ നിൽക്കുന്നു, അവനൊരു ചവിട്ട് കൊടുത്തു, അവന് 2 അടി കൊടുത്തു, തെറി വിളിച്ചു, കൂകി വിളിച്ച് വേണ്ട ഒരു ആഘോഷത്തിൻ്റെ ദിവസമാണ് നാളെ. കേരളത്തിലെ ആഫീസുകളിൽ ആൾ കാണൂല, പുറത്ത് ആൾ കാണൂല. തോൽക്കുന്നവരുടെ പുറത്ത് ജയിക്കുന്നവരുടെ ആഘോഷമായിരിക്കും. നാളെ ഓഫീസുകളിലൊക്കെ ലഡു വിതരണം കാണാം. ഉച്ച കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ, ലഡു വിതരണം കാണാം, അല്ലെങ്കിൽ മറ്റന്നാൾ കാണും. വളരെ വലിയ തോതിലാണ് പോകുന്നത്. ഭരണകക്ഷിയാണ് വീണ്ടും 3ാമതും വരുന്നെങ്കിൽ ഇവിടെ അവർ അറുമാദിക്കും. ഇനി പ്രതിപക്ഷമാണ് വരുന്നെങ്കിൽ അവർ വിടുമോ? 10 വർഷമായിട്ട് അധികാരത്തിൽ ഇല്ലാതിരിക്കുന്നവരാണ്, അവരും ഇവിടെ അറുമാദിക്കും. ഒരു 10 സീറ്റെങ്കിലും പിടിച്ചാൽ പിന്നെ BJP ചിലപ്പോൾ നേരെ സെക്രട്ടേറിയറ്റ് ചെന്ന് മുഖ്യമന്ത്രി പദവി ചോദിച്ചാലും അത്ഭുതമല്ല. ഇതാടെ ഇനി ഞങ്ങൾ ഭരിച്ചോളാം, 10 സീറ്റ് കിട്ടി, നിങ്ങൾ പോയിടാ എന്ന് പറഞ്ഞാലും അത്ഭുതമില്ല. അങ്ങനെ വളരെ വലിയ അത്ഭുതങ്ങളും വിസ്മയങ്ങളും സംഭവിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്, ഒരു വോട്ടെണ്ണലാണ് നാളെ 10 മണിക്ക് ശേഷം കേരളത്തിൽ സംഭവിക്കുന്നത്. കാത്തിരുന്ന് പാർக்கலாம். നമ്മുടെ അരുൺ പറഞ്ഞ പോലെ ശിവണ്ണ മന്ത്രിയാണ് വിളിച്ചത്, ശിവൻകുട്ടി മന്ത്രിയെ വിളിച്ചത്, ഇന്ന് രാവിലെ വിളിച്ചത്. ശിവണ്ണ, അണ്ണന് സുഖം തന്നെ, അനിയൻ ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ അനിയൻ്റെ രാഷ്ട്രീയം മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് അണ്ണനും അനിയനും കൂടി നാളെ ഇരുന്ന് മോങ്ങുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.